2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യ പാക് ബന്ധത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ ആക്രമണത്തിൽ നിരവധി വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. 2000-ന് ശേഷമുള്ള ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്നായിരുന്നു ഇത്. കാശ്മീരിലെ സമാധാന പ്രക്രിയയെ തന്നെ തകിടം മറിച്ചിരുന്നു ഈ സംഭവം. ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഏപ്രിൽ 23-ന് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു. 1960-ൽ ഒപ്പുവെച്ച ഈ ഉടമ്പടി ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ജലവിഭവങ്ങൾ പങ്കിടുന്നതിനുള്ള പ്രധാന ചട്ടക്കൂടായിരുന്നു. ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയുമായിരുന്നു. ഇതിനോടുള്ള പ്രതികരണമായി പാകിസ്ഥാൻ ഏപ്രിൽ 24 മുതൽ തങ്ങളുടെ വ്യോമമേഖല ഇന്ത്യൻ വിമാനങ്ങൾക്കായി അടച്ചിടുകയും ചെയ്തു. ഈ വ്യോമപാത അടച്ചിടൽ പാകിസ്ഥാന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ വിമാനത്താവള അതോറിറ്റിക്ക് ഏപ്രിൽ 24 മുതൽ ജൂൺ 20 വരെയുള്ള കാലയളവിൽ ഏകദേശം 125 കോടി ഇന്ത്യൻ രൂപയുടെ അഥവാ 410 കോടി പാകിസ്ഥാൻ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഈ നഷ്ടം പ്രധാനമായും ഓവർഫ്ലൈയിങ് ഫീസുകളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ കുറവ് മൂലമാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ദിവസേന 100 മുതൽ 150 വരെ ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമ മേഖലയിലൂടെ പറക്കാറുണ്ടായിരുന്നു. ഇത് മൊത്തം വ്യോമഗതാഗതത്തിൻ്റെ 20%. ഈ വിമാനങ്ങൾക്ക് പകരം നീണ്ട റൂട്ടുകൾ തിരഞ്ഞെടുക്കേണ്ടി വന്നത് ഇന്ത്യൻ വിമാന കമ്പനികൾക്കും വലിയ നഷ്ടമുണ്ടാക്കിയിരുന്നു. ഉദാഹരണത്തിന് എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ വിമാന കമ്പനികൾ പ്രതിമാസം $500 മില്യൺ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. കാരണം യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകൾക്ക് അധിക ഇന്ധനവും സമയം ആവശ്യമായി വന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം ദേശീയ അസംബ്ലിയിൽ വെള്ളിയാഴ്ച അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഫെഡറൽ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞത് ഈ നഷ്ടം നേരത്തെ റിപ്പോർട്ട് ചെയ്ത തുകയേക്കാൾ കുറവാണെന്നും എന്നാൽ ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര നടപടികൾക്കുള്ള പ്രതികാരമായ ഈ വ്യോമപാത അടച്ചിടൽ പാകിസ്ഥാന് വലിയ രീതിയിലാണ് നഷ്ടങ്ങൾ സൃഷ്ടിച്ചത്. എന്നാൽ ഈ നടപടി ഇരു രാജ്യങ്ങളും ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളും ഇത് സൃഷ്ടിക്കുന്നുണ്ട്. യാത്രാ സമയം വർദ്ധിക്കുകയും ടിക്കറ്റ് നിരക്കുകൾ കൂടിയതും ബിസിനസ് യാത്രകൾ തടസ്സപ്പെട്ടത് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോഴും അഭിമുഖീകരിക്കുന്നത്.